നിങ്ങൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ സ്റ്റേജിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ കയറി നിൽക്കുമ്പോൾ ഇത് ഓർമ്മ വരും. അതിൻ്റെ അടുത്ത വാക്യം എടുത്ത് ഇവൻ്റെ തലക്കെട്ടായിരിക്കും അടിക്കുന്നത്. കുത്തുക. മറന്ന രക്ഷപ്പെട്ടു. നമ്മുടെ സഭയിൽ മിക്കവാറും പാസ്റ്റേഴ്സ് കാണിക്കുന്ന ഒരു വലിയ മണ്ടത്തരം അത്. ഞാൻ പാസ്റ്റേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. ഞാനും പാസ്റ്റർ, എൻ്റെ അപ്പം പാസ്റ്റർ, കുടുംബത്തിൽ ഒത്തിരി പാസ്റ്റർമാരുണ്ട്. ഐ റെസ്പെക്ട് ദം. പക്ഷെ ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമാണ് വചനം എടുത്തിട്ട് വെട്ടരുത്. അത് നമുക്ക് കളിക്കാനുള്ള സംഗതി അല്ല, നമ്മുടെ വൈരാഗ്യം പറഞ്ഞ് തീർക്കാനുള്ള സംഗതി അല്ല. അത് ദൈവത്തിൻ്റെ മുൻപാകെ മുട്ടും. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് വേണം ജനത്തിന് കൊടുക്കാൻ. എനിക്കിഷ്ടമില്ലാത്ത പലതും അവൻ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അവൻ്റെ കണ്ണിൽ, ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ ചൊവ്വുള്ളവനാണെങ്കിൽ അവൻ ദൈവം തീർത്തുള്ളവനോടിട്ട്. ഒരിക്കലും ഒരു പുൾപ്പിറ്റി കടന്നു വന്ന് നിൽക്കുമ്പം നെഗറ്റീവ് മെസ്സേജുമായിട്ട് വന്ന് നിൽക്കരുത്. ദൈവം പറഞ്ഞാൽ എന്തും പറഞ്ഞു, നോ പ്രോബ്ലം. പക്ഷേ ഒരു നെഗറ്റീവ് മെസ്സേജുമായിട്ട് ഇവിടെ വന്ന് നിൽക്കരുത്. ഈ നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനത്തെ പറഞ്ഞ് കറക്റ്റ് ചെയ്ത് ഇവരെ പ്രസംഗിച്ച് ഗുണപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അത് നമ്മുടെ ഭോഷത്വമാണ്. നമ്മുടെ പ്രസംഗം കൊണ്ട് ആരും ചൊവ്വാകാൻ പോകുന്നില്ല. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രസംഗത്തിൻ്റെ ഭോഷത്വമാണ്. അതിനകത്ത് ദൈവകൃപ വ്യാപരിച്ചെങ്കിൽ മാത്രമേ ജനത്തിന് മാറ്റം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. സോ ഇന്ന് തൊട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഞാൻ പ്രസംഗത്തിൽ ആരെയും കുത്തത്തില്ല. പരിശുദ്ധാത്മാവ് കുത്തിക്കോളും, അത് നീ അറിയേണ്ട കാര്യമില്ല. അവന് മാനസാന്തരമാണ്. പരിശുദ്ധാത്മാവ് കുത്തി അവന് മാനസാന്തരം ഉണ്ടാകും. നീ കുത്തിയാൽ നിന്നോട് അകന്നു പോകും. പിന്നെ മേലിൽ നിന്ന് ചർച്ച വരത്തില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ? കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ ധാരാളം, ഇഷ്ടം പോലെ. പക്ഷെ അവരോട് സഹതാപം തോന്നിയാൽ മതി. ഇവർക്ക് അറിവില്ലായ്മ കൊണ്ടാന്ന് തോന്നിയാൽ മതി. അവരോട് വിഷമം വിചാരിക്കേണ്ട. ഒക്കെ അവരുടെ അറിവില്ലായ്മ ഉണ്ടാ. പക്ഷെ നമ്മളത് ചെയ്യരുത്. ഓക്കെ. സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പുള്ള ആൾക്കാരാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇവരെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം? ദൈവകൃപ കൊണ്ട് കൈകാര്യം ചെയ്യണം. ഒരുത്തനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലേ, പ്രാർത്ഥിച്ച് ദൈവകരങ്ങളോട്ട് ഏൽപ്പിച്ചാണ്. ദൈവം അവനെ കൊടുത്തോളൂ അടി. നമ്മൾ അടിക്കാൻ പോകണ്ട. നമ്മൾ അടിച്ചാൽ ഈ കൈ കൊണ്ടൊക്കെ അടിച്ചാൽ എന്താ കിട്ടാനാ? ഒന്നുമില്ല. ദൈവത്തിൻ്റെ കൈ കൊണ്ടൊരെണ്ണം അടിച്ചാൽ ഇരിപ്പതാ. സഭയ്ക്കകത്ത് ആൾക്കാർ വന്നിരിക്കുന്നത് കുടുംബ പ്രശ്നമുള്ളവരുണ്ട്, മാനസിക പ്രശ്നമുള്ളവരുണ്ട്, ശാരീരിക രോഗമുള്ളവരുണ്ട്, പല പ്രതിസന്ധികൾ. ലീഡർഷിപ്പിൻ്റെ 4 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. ഇതിനകത്ത് ഏത് കാറ്റഗറിയാണെന്ന് ഞാൻ ലാസ്റ്റ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിന് മറുപടിയും കൂടെ പറയണം. ഓക്കെ. 4 തരത്തിലുള്ള ലീഡേഴ്സിനെ ഒന്ന് ക്ലിക്ക് ചെയ്തേ. 4 തരത്തിലുള്ള ആൾക്കാരെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ. അതിന് നമ്മൾ പറയുന്നത് ഒന്ന് മൊമെൻറ്റം മേക്കേഴ്സ് എന്നാണ്. മൊമെൻറ്റം മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഇവർ പോയി അങ്ങ് ചെയ്യും. ഒന്നും ഇല്ലാത്തടത്ത് ഇവർ പോയി അത് ചെയ്യും. ഇതിനെ മിലിറ്ററിയിലൊക്കെ വിളിക്കുന്നൊരു ടേമുണ്ട്, പൈനിയേഴ്സ് എന്ന് പറയും. ഒരു ഓപ്പറേഷൻ നടത്തണം, ഗവൺമെൻറ് അവർക്ക് ഏരിയ പറഞ്ഞു കൊടുത്തു, അവിടെ ഒന്നുമില്ല. അവരവിടെ ചെന്ന് ക്യാമ്പ് ഉണ്ടാക്കി, ടെൻ്റ് ഉണ്ടാക്കി, കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ ഓപ്പറേഷൻ ചെയ്തിട്ട് തിരിച്ചു വരും. അതിന് പൈനിയേഴ്സ് എന്നാണ് മിലിറ്ററി ടൈമിൽ പറയുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ ഭാഷയിൽ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്, പൈനിയർ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം ഇല്ലാത്ത സ്ഥലത്ത് പോകുന്നു, അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ച് പള്ളിയും പണിത് കാര്യങ്ങളൊക്കെ ആക്കി അടുത്ത ആളെ ഏൽപ്പിച്ചു പോരുന്നു. അതിനാണ് പൈനിയർ വർക്ക് എന്ന് പറയുന്നത്. മൊമെൻറ്റം മേക്കേഴ്സ്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ ക്വാളിറ്റി അവരുടെ അകത്തുണ്ട്. ഒന്നുമില്ലാത്തടത്ത് ഇവർ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഉണ്ട്, മൊമെൻറ്റം ടേക്കേഴ്സ് എന്ന് പറയും. ഇവർക്ക് പൈനിയർ വർക്ക് ചെയ്യാൻ അറിയത്തില്ല, ഒരു കാര്യം തുടങ്ങാൻ ഇവർക്ക് അറിയത്തില്ല. പക്ഷേ എന്തെങ്കിലും തുടങ്ങി കൊടുത്ത് ഇവർ കണ്ടിന്യൂ ചെയ്തോളൂ. ഉദാഹരണം, സഭ തുടങ്ങാൻ ഇവർക്ക് അറിയത്തില്ല, എങ്ങനെ ആളെ കൂട്ടണമെന്ന് ഇവർക്ക് അറിയത്തില്ല, എങ്ങനെ ചർച്ച പണിയണമെന്ന് ഇവർക്ക് അറിയത്തില്ല, ഫണ്ട് റൈസ് എങ്ങനെ ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല. പക്ഷേ ഒരു സഭ തുടങ്ങി ആൾക്കാരെയും കൂട്ടി ചെയ്തെല്ലാം കൊടുക്കാമെങ്കിൽ ഇവർ കണ്ടിന്യൂ ചെയ്തോളൂ. എല്ലാ ആഴ്ചയിലും വന്ന് സംഗതി നടത്തിക്കോളൂ. ആൾക്കാർ പല ടൈപ്പിലാണ്. ഓക്കെ. സോ ഒന്ന് മൊമെൻറ്റം മേക്കേഴ്സ്, 2 മൊമെൻറ്റം ടേക്കേഴ്സ്. ഇവർ ടേക്ക് ചെയ്ത് കൊണ്ടുവന്ന് വരാം. ഓക്കെ. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, മൊമെൻറ്റം ബ്രേക്കേഴ്സ്. ഇവർക്ക് ഉണ്ടാക്കാനും അറിയത്തില്ല, കൊണ്ടുപോകാനും അറിയത്തില്ല. ഉണ്ടാക്കി കൊടുത്തവർ തല്ലി പൊട്ടിച്ച് തരും. ചില നാടൻ ഭാഷയെ പറഞ്ഞാൽ ഇവൻ്റെ കൈ കൊടുത്താൽ മുടിപ്പിച്ച് നാരായണക്കൽ പിടിപ്പിച്ച് തരും. ചിലർക്ക് അങ്ങനെയുള്ള ക്വാളിറ്റി പല രീതിയിലാണല്ലോ. ഓക്കെ. അതൊരു പ്രത്യേക കൃപയാണ്. ഓക്കെ. മൊമെൻറ്റം ബ്രേക്കേഴ്സ്. ഇവർക്ക് വേറെ ഒന്നും അറിയത്തില്ല, എന്നതേലും ആരെങ്കിലും ഉണ്ടാക്കി അതിനെ നമുക്ക് 4 കുറ്റവും പറഞ്ഞ് അതിനെ നശിപ്പിച്ച് കൈ തരും. ഓക്കെ. ഇനി വേറൊരു കൂട്ടരുണ്ട്, മൊമെൻറ്റം ഫേക്കേഴ്സ് എന്ന് പറയും. ഇപ്പോൾ സമൂഹത്തിൽ 4 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഉള്ളത്, പ്രത്യേകിച്ച് ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ. ഓക്കെ. ഈ മൊമെൻറ്റം ഫേക്കേഴ്സിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? ഗുണമല്ല, ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർക്ക് ഉണ്ടാക്കാനും അറിയത്തില്ല, കൊണ്ടുപോകാനും അറിയത്തില്ല, തകർക്കത്തുമില്ല. ഒരാൾ ചെയ്ത് കാണുമ്പോഴാണ് പുള്ളിക്ക് നിയോഗം കിട്ടുന്നത്. എടാ എന്നാൽ ഞാനും പിന്നെ ഒന്ന് ചെയ്ത. ഇവിടെ ഒരു ആരാധന തുടങ്ങി അപ്പോഴാണ് പുള്ളിക്ക് നിയോഗം കിട്ടുന്നത്. പുള്ളി അപ്പുറത്ത് പോയി വേറെ തുടങ്ങും. കോപ്പി എന്ന പരിപാടി. പാസ്റ്റർ ഇന്ന് പ്രസംഗിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്, എന്നാൽ പിന്നെ ഇതെടുത്തുകൊണ്ട് പോയി അടുത്തടുത്ത് പോയി അടുത്ത പ്രസംഗം നടത്തും. ഇതിൻ്റെ കോപ്പി. ഇവർക്ക് പുതിയതായിട്ട് ഒന്നും തുടങ്ങാൻ അറിയത്തില്ല, ഇവർക്ക് തുടങ്ങി വെച്ചതിനെ കൊണ്ടുപോകാൻ അറിയത്തില്ല, ഇവർ നശിപ്പിക്കത്തൊന്നുമില്ല, ഉപദ്രവകാരികളൊന്നുമല്ല. പക്ഷേ ഇത് നമ്മൾ ചെയ്തതിൻ്റെ നേരെ ബദൽ കോപ്പി ചെയ്തുകൊണ്ടിരിക്കും.
ആരെങ്കിലും സഭ തുടങ്ങിയെന്ന് പറഞ്ഞ് നമ്മൾ സഭ തുടങ്ങാൻ പോകല്ലേ? ആരെങ്കിലും ഒരു പ്രവർത്തനം തുടങ്ങിയെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങാൻ പോകല്ലേ? ദൈവം നമ്മളെ ഏൽപ്പിച്ചു. അതാ ഞാൻ ആദ്യം ഒരു വാക്ക് പറഞ്ഞ് ഓർമ്മയുണ്ടോ? ദൈവം ഏൽപ്പിച്ചത് ചെയ്യാവുള്ളൂ. അപ്പോയിൻറ്റഡ് വർക്കേ ചെയ്യാവൂ. ഓക്കെ, ഇനി എൻ്റെ പ്രധാന ചോദ്യത്തിലേക്ക് വരട്ടെ. ഓക്കെ, അതിനു മുമ്പ് ഇത് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ മൊമെൻറ്റം മേക്കേഴ്സും ടേക്കേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഒരിക്കലും ഒരു കമ്പനിയിൽ ആഫ്രിക്കയിലേക്ക് ഒരു കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവിനെ വിട്ടു. എങ്ങോട്ടാണ് വിട്ടേ? ആഫ്രിക്കയിൽ അന്ന് ചെരുപ്പ് ഉപയോഗിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ചെരുപ്പ് കമ്പനിയിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവിനെ അങ്ങോട്ട് വിട്ടു. റെപ്രസെൻറ്റേറ്റീവ് അവിടെ ചെന്നിട്ട് പുള്ളിക്കാരുടെ സാഹചര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവരുടെ കമ്പനിക്ക് തിരിച്ചൊരു ഇമെയിൽ എഴുതുക. എൻ്റെ പൊന്നു സാറേ, ഇവിടെ ഒറ്റ മനുഷ്യൻ ചെരുപ്പ് ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് നമ്മുടെ പരിപാടി ഇവിടെ നടക്കത്തില്ല, ഇത് ഞാൻ തിരിച്ചു വരിക. പുള്ളി തിരിച്ചു വന്നു. കമ്പനി വേറൊരാളെ അവിടെ വിട്ടു. പുള്ളി അവിടെ ചെന്നിച്ച് നോക്കിയപ്പം ഒരു മനുഷ്യൻ്റെ കാലിൽ ചെരുപ്പില്ല. പുള്ളി അടുത്ത കമ്പനിക്ക് ലെറ്റർ എഴുതുക, സാറേ ഇവിടെ ഒരു മനുഷ്യനും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ട്രക്ക് നിറച്ച് ഷൂ ഇങ്ങോട്ട് വിട്ടേരും, ചെരുപ്പ് ഇങ്ങോട്ട് വിട്ടേരും, നമുക്കിവിടെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തടത്ത്, സാഹചര്യം ഇല്ലാത്തടത്ത് ഒരു മനുഷ്യൻ സാഹചര്യം കണ്ടു, അനുകൂല സാഹചര്യം കണ്ടു. ഒരാൾ എല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് പുള്ളിയുടെ ഉള്ള ബിസിനസ്സും കൂടെ പോയി. നമ്മളിതിനകത്ത് ഏത് കാറ്റഗറിയില്ല? 4 കാറ്റഗറി ഇവിടെ ഉണ്ട്. ഞാൻ 2 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരിക. എന്നോട് പറയണ്ട, ബുക്കിൽ എഴുതുകയും വേണ്ട, ആരും കാണുകയും വേണ്ട. നിങ്ങളിതിനകത്ത് ഏത് കാറ്റഗറിയാണ്? മൊമെൻറ്റം മേക്കറാണോ? മൊമെൻറ്റം ടേക്കറാണോ? മൊമെൻറ്റം ബ്രേക്കറാണോ? മൊമെൻറ്റം ഫേക്കറാണോ? പറയല്ലേ? എഴുതുകയും വേണ്ട. നമ്മളിതിൽ ഏത് കൂട്ടത്തിലാണ്? സോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കുറഞ്ഞത് ഈ 2 കൂട്ടം. നിങ്ങൾ മൊമെൻറ്റം മേക്കർ ആകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ മൊമെൻറ്റം കുറഞ്ഞ പക്ഷം ടേക്കറെങ്കിലും ആയാൽ നല്ലതാണ്. ഒരാളൊരു സംഭവം തുടങ്ങിയാൽ കുറഞ്ഞ പക്ഷം ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ദൈവത്തെ ഓർത്ത് ഇത് 2 ചെയ്യാതിരുന്നാൽ മതി. ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ ആരും കുറ്റം പറയാതിരുന്നാൽ മതി. കുറ്റം പറയാതിരിക്കുന്നത് ഒരു കൃപയാണെന്നറിയാമോ? കുറ്റം പറയുന്നത് ഒരു കൃപയല്ലെന്നറിയാമോ? ചിലരുടെ വിചാരം ഈ കുറ്റം പറയുന്നൊരു വലിയ കൃപയാണ്. ആരെ കിട്ടിയാലും പിടിച്ച് നിർത്തിച്ച് 4 പേരുടെ കുറ്റം പറയും, അല്ലേ? ഈ കുറ്റം പറയുന്നൊരു കൃപയല്ല. ഓക്കെ, സോ ഈ ലീഡർഷിപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് റിയലി ഗുഡ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തുടങ്ങി അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് റിയലി ഗുഡ്. ദൈവത്തെ ഓർത്ത് ആരെയും ഉപദ്രവിക്കരുത്. റൈറ്റ്? ആർ യു റെഡി? പിന്നെയൊന്ന് പറഞ്ഞ്, നിങ്ങൾ ലീഡേഴ്സാണോ? ലീഡേഴ്സ് അല്ലേ? ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ പ്രയോജനമുള്ളതല്ലേ? അപ്പം നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ആ ബുക്കൊക്കെ ഒന്ന് താഴെ വെച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ്. ലീഡർഷിപ്പിൻ്റെ 4 തരത്തിലുള്ള